സി ജോർജ് ഇപ്പോൾ സ്റ്റാറാണ്. വെറും സ്റ്റാറല്ല, സൂപ്പർ സ്റ്റാറാണ്. അതിന് വഴിയൊരുക്കിയ യൂത്ത് ലീഗുകാരോടാണ് ഇപ്പോൾ BJP നന്ദി പറയുന്നത്. കാരണം പരാതിയുമായി എത്തിയത് അവരാണല്ലോ. അന്നു മുതൽ PC ജോർജിനെ അനുകൂലിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ, കുറേ പേർ എന്ന് തന്നെ പറയണം, ഒരു വിഭാഗം മാധ്യമങ്ങളടക്കം PC ജോർജിനൊപ്പം നിൽക്കുന്നു. വലിയ മൈലേജാണ് PC ജോർജിന് കിട്ടുന്നത്. BJP വക സമ്മാനവുമുണ്ട് PC ജോർജിന്. അതായത് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരെ PC ജോർജിനെ ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ഇതിനിടയിലാണ് യൂത്ത് ലീഗ് വീണ്ടും പരാതിയുമായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. BJP BMS നേതാവായ ഗിരീഷ് വാഗമൺ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു. അതായത് PC ജോർജുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാറ്റസാണ്. അതിങ്ങനെയായിരുന്നു: PC ജോർജ് എന്നാളെ ഒതുക്കാൻ ഇറങ്ങിയവർ ഓർത്തോ, തിരിച്ചടി ഉറപ്പ്, നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗിരീഷ് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടത്. ഇത് കണ്ട് ചില യൂത്ത് ലീഗുകാർക്ക് വല്ലാത്ത പ്രശ്നവും അസ്വസ്ഥതയും ഭയവും പേടിയും ഒക്കെ ഉണ്ടായി. അതായത് വീണ്ടും പഴയതൊക്കെ, ഇവർ വിളമ്പിയ പഴയ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന പരാതിക്കാർ തന്നെ അകത്താവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഭയം, അതാണ് വീണ്ടും ഈരാറ്റുപേട്ടയിലേക്ക് യൂത്ത് ലീഗിനെ എത്തിച്ചത്. അല്ല യൂത്ത് ലീഗ് നേതാക്കളെ, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും ഇല്ലേ? ആര് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നു, ആര് എവിടെയൊക്കെ ഇരുന്ന് ചാനൽ ചർച്ചകളിൽ കാര്യങ്ങൾ പറയുന്നു, അവർക്കെതിരെയൊക്കെ പരാതി കൊടുക്കാൻ നിങ്ങൾ ഇറങ്ങിയാൽ ആദ്യം പരാതി കൊടുക്കേണ്ടത് നിങ്ങളുടെയൊക്കെ നേതാക്കൾക്കെതിരെയാണ്. നിങ്ങളുടെയൊക്കെ സമസ്തയിലെയും അല്ലെങ്കിൽ മഹാപണ്ഡിതന്മാരെന്ന് പറയുന്ന നേതാക്കന്മാർക്കിടയിലും മതപണ്ഡിതന്മാർക്കിടയിലുമൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്കെതിരെയാണ് നിങ്ങളൊക്കെ പരാതി നൽകേണ്ടത്. ഓർമ്മയുണ്ടോ യൂത്ത് ലീഗിനെന്നറിയില്ല, ഇല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. കുറേ നാളുകൾക്ക് മുൻപ് നിങ്ങൾ പറഞ്ഞതാണ്, അമ്പലത്തിൻ്റെ മുന്നിൽ ഹിന്ദുക്കളെ അടിച്ചു കൊന്ന് കെട്ടി തൂക്കിയിടുമെന്ന്. ഇതിനെതിരെ പരാതി കൊടുക്കാൻ ഹിന്ദുക്കൾ മുതിരാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ, ഹിന്ദുക്കൾക്ക് നിങ്ങളെ ഭയമില്ല. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഒരു ഹിന്ദുവിനെയും അങ്ങനെ തല്ലിക്കൊല്ലാനോ കെട്ടിത്തൂക്കാനോ കഴിയില്ല. കുറേ കാലങ്ങൾക്ക് മുൻപ് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ വല്ലതുമൊക്കെ നടന്നേനെ. 2014 ശേഷം ഇന്ത്യയിൽ അത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പറയുമ്പോഴും PC ജോർജിനെ ന്യായീകരിക്കുന്നില്ല. PC ജോർജ് പറയുന്ന ചില കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് പങ്കെടുക്കുമ്പോൾ ആ ചാനലിൽ ഇരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ അവതാരകൻ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ വിളിക്കുന്ന പാനലിലിരിക്കുന്നവർ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അത്തരം സംസാരമുണ്ടായാൽ ആ സമയത്ത് തന്നെ അതിനെ വിലക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ പാനലിലിരിക്കുന്ന മറ്റാരെങ്കിലും മറ്റൊരു പാനലിസ്റ്റിനെ പ്രകോപനപരമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവിടെയും ഇടപെടേണ്ട ആവശ്യം ആ അവതാരകനുണ്ട്. ഇവിടെ അത്തരത്തിൽ അവതാരകൻ ഇടപെട്ടോ? റേറ്റിംഗ് കിട്ടാൻ വേണ്ടി PC ജോർജ് എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനെ കൈയടിച്ച് സ്വീകരിക്കുന്ന ചില ചാനലുകാരും അവതാരകരും കൂടി, അല്ലെങ്കിൽ ചില പാനലിസ്റ്റുകളും കൂടി ഇതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിൽ പ്രതികളാണ്. പക്ഷെ PC ജോർജ് ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? പക്ഷേ PC ജോർജ് ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങൾ കൊന്നൊടുക്കി എന്നുള്ള ഒരു വിവാദ പ്രസ്താവനയാണ് നടത്തിയത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റൻഷൻ അല്ലാതെ വായിൽ തോന്നുന്നത് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് കേസാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്ന്. അപ്പോൾ ആരെയൊക്കെ സന്തോഷിപ്പിക്കാനായി, ആരുടെയൊക്കെയോ സന്തോഷവും വോട്ടും കിട്ടാനായി ചിലർ നടത്തിയ നാടകമാണ് PC ജോർജിലൂടെ കണ്ടത്. എന്തായാലും ഇപ്പോൾ PC ജോർജിൻ്റെ ആരോഗ്യനില തൃപ്തികരമല്ല. അദ്ദേഹം എവിടെയാണ്? അദ്ദേഹം മെഡിക്കൽ കോളേജിൽ റിമാൻഡ് സെല്ലിലാണെന്ന് പറയുന്നതാണ്. നമ്മളാരും കണ്ടിട്ടില്ല PC ജോർജിനെ. അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ച് അദ്ദേഹം മരുമകളോടൊപ്പം വന്ന് കീഴടങ്ങിയതിന് ശേഷം PC ജോർജിനെ കേരളത്തിലുള്ള മറ്റാരും കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ECGയിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറയുന്നു. എവിടെയാണ് PC ജോർജ് എന്നുള്ള ചോദ്യം ഒന്നടങ്കം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൊടും കുറ്റവാളികളെപ്പോലെയാണ് കൊടും കുറ്റവാളികളോട് പെരുമാറുന്നത് പോലെയാണ് PC ജോർജിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. PC-യുടെ നാക്കടയ്ക്കണ്ടേ എന്ന് ഒരു വിഭാഗം, PC വാ അടയ്ക്കാറായോ എന്നൊരു വിഭാഗം, ഇനി PC അബദ്ധം പറയില്ല എന്നൊരു വിഭാഗം. പക്ഷേ ഈ വിഭാഗങ്ങൾക്കൊക്കെ ഇടയിൽ
നിഷ്പക്ഷരായ കുറേ ആളുകളുണ്ട്. അവർ പറയുന്നത് PC ജോർജ് ചില കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾ പറയണം എന്നാഗ്രഹിച്ച കാര്യങ്ങളാണ്. ഇവിടെ ഹിന്ദു ദൈവങ്ങളെ വളരെ മോശമായി അധിക്ഷേപിച്ച ഒരു സമസ്തയുടെ ഒരു നേതാവുണ്ട്. ആ നേതാവിനെതിരെ എന്ത് നടപടിയാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പോലീസും സ്വീകരിച്ചത്? വളരെ മോശമായി ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്നവരുണ്ട്. എന്ത് നിലപാടാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും പോലീസും എടുത്തത്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നവരുണ്ട്. ഇവിടെ ക്രൈസ്തവർ പള്ളികളിൽ പിന്നെ ക്രിസ്മസിൻ്റെയൊക്കെ ഭാഗമായി പാട്ടും ശബ്ദവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പള്ളിയിലേക്ക് അതിക്രമിച്ചു കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എത്ര നടപടിയെടുത്തു? ആ പോലീസുകാരനെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം PC ജോർജിനെതിരെ നടത്താൻ ആരൊക്കെയോ തയ്യാറെടുത്തിരിക്കുന്നു. പക്ഷേ അവിടെയാണ് ആക്രമണം എന്ന് ഉദ്ദേശിച്ചത് PC ജോർജിനെ തകർക്കുക. PC ജോർജിനെ പോലുള്ളവർ സത്യം വിളിച്ചു പറയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറേ പേർക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതോടുകൂടി PC ജോർജിന് കിട്ടിയ ഒരു മൈലേജ് ഉണ്ട്. PC ജോർജിന് കിട്ടിയ സൂപ്പർ സ്റ്റാർ പദവിയുണ്ട്. PC ഹീറോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PCയെ എനിക്ക് തോന്നുന്നു വമ്പൻ താരമാക്കി മാറ്റുകയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. PCക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. PC ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. BJP തന്നെ PC ജോർജിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് കാവലായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലെ നേതാക്കൾ പറയുന്നുണ്ട്, ഡോൺ വറി, ഞങ്ങളൊപ്പം തന്നെയുണ്ട്, ധൈര്യമായിരിക്കൂ, ജാമ്യം കിട്ടിയതിന് ശേഷം ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ട്, വലിയൊരു സമ്മാനം നിങ്ങൾക്കായി ഞങ്ങൾ കരുതി വച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ മൊത്തത്തിൽ കാര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ പണി കിട്ടിയത് പരാതി കൊടുത്ത യൂത്ത് ലീഗ് പിള്ളേർക്കാണ്. അതായത് യൂത്ത് ലീഗ് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നവരാണ്, ഏത് ആപത്ഘട്ടത്തിലും എവിടെയും എത്തുന്നവരാണ്. അതൊക്കെ സമ്മതിക്കുന്നു. തെറ്റ് കണ്ടാൽ നിങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം, അതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഏത് അറ്റം വരെയും നിങ്ങൾ പോകണം. ഇതൊക്കെ ഇനി PC ജോർജ് അല്ല, ആര് ചെയ്താലും, കുഞ്ഞാലിക്കുട്ടി ചെയ്താലും, സമസ്തയുടെ നേതാക്കൾ ചെയ്താലും, കാന്തപുരം ചെയ്താലും ഒക്കെ നിങ്ങൾ കൃത്യമായ നടപടി, കാരണം നിങ്ങളുടെ ലക്ഷ്യം സമൂഹത്തിൻ്റെ നന്മയാണ്, സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തരുത് എന്നുള്ളതാണ്. എല്ലാം പേരും ഇന്ത്യക്കാരാണ്, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കെതിരെ നടപടി സ്വീകരിക്കണം. പക്ഷേ നിങ്ങൾക്ക് പാളിപ്പോയത് തൊട്ടത് PC ജോർജിനെ ആയിപ്പോയി. ഇത്രയും വലിയൊരു മൈലേജും ഹൈലൈറ്റ്സും PC ജോർജിന് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല. എന്തായാലും PC ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കും. PC പുറത്തിറങ്ങട്ടെ. പുറത്തിറങ്ങുമ്പോൾ അറിയാം PC പറയാൻ പോകുന്നത് എന്താണെന്ന്.